അതായത് സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായത്. പ്രകൃതി പരമാവധി ദ്രോഹിച്ച മനുഷ്യരെ സർക്കാരുകൾ ദ്രോഹിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം ക്രൂരമാണ്. സർക്കാരിന് ചെയ്യാവുന്ന ഏറ്റവും സ്വാഭാവികമായ കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങൾ ഈ സമരമായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്കതിന് ആധികാരികമായ ധാർമ്മിക അവകാശമുണ്ട്. 30 വീടുകൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 30 വീടുകളുമായി ബന്ധപ്പെട്ട് സർക്കാരല്ലേ പറയേണ്ടത് എവിടെയാണ് നിർമ്മിക്കേണ്ടത്. ഞങ്ങൾ എപ്പോഴും നിർമ്മിക്കാൻ തയ്യാറാണ്. ഏത് നിമിഷം സർക്കാർ പറയുന്നു സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരം നിർമ്മിക്കാൻ തയ്യാറാണ്. ഭൂമി അനുവദിക്കേണ്ട സംസ്ഥാന സർക്കാരല്ലേ. അപ്പോൾ അതല്ല, ഇനിയും ഈ വീട് വയ്ക്കുന്നവർ തന്നെയാണോ ഭൂമി കണ്ടെത്തേണ്ടത്? അത്തരം കാര്യങ്ങളിൽ സർക്കാർ ക്ലാരിഫിക്കേഷൻ തരണ്ടേ. അപ്പോൾ സഹായിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ശ്രീ സിദ്ധരാമയ്യ അദ്ദേഹം സംസ്ഥാന സർക്കാരിന് കത്ത് കൊടുക്കുന്നു. 100 വീട് പ്രഖ്യാപിച്ചു, പിന്നീട് ഇൻഫർമേഷൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുടെ സഹായം പോലും സംസ്ഥാന സർക്കാർ വാങ്ങുന്നില്ല. കേന്ദ്ര സർക്കാർ 1 രൂപ പോലും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കേരളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന പണം നമ്മുടെ ഖജനാവിന് നഷ്ടമായതല്ലാതെ പ്രധാനമന്ത്രിയുടെ വിസിറ്റ് കൊണ്ട് കേരളത്തിൽ എന്ത് മെച്ചം ഉണ്ടായത്? അപ്പോൾ അതടക്കമുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്ന വിഷയങ്ങൾ അത് ചോദ്യം ചെയ്യാൻ ഒരു സമരവുമായി പോയി യൂത്ത് കോൺഗ്രസിനോട് ചെയ്ത സമീപനം നമുക്കറിയാം. അമൽ ജോയി അടക്കമുള്ള ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ചു. ഇപ്പം ഞങ്ങൾ സമരവുമായിട്ട് പോവുകയാണ്. തല്ലിച്ചതയ്ക്കണമെങ്കിൽ തല്ലിച്ചതയ്ക്കട്ടെ, ഞങ്ങൾ ഈ കോസിൽ നിന്ന് പിന്നോട്ടില്ല. എന്തായാലും ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ലോങ് മാർച്ചാണ്, മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റ വരെ നീണ്ടു നിൽക്കുന്ന മാർച്ചാണ്. ഇതിന്റെ തുടർച്ചയായി വിവിധ സമര പരിപാടികളുടെ പ്രഖ്യാപനങ്ങളും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും.